പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന തിരിച്ചടികൾ അത് എല്ലാവരെയും ഒരുപോലെ പിടിച്ചു നിർത്തില്ല. നമ്മളിൽ പലരും തളർന്നു പോകും അല്ലേ? എന്നാൽ സ്ഥിരോത്സാഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളുണ്ട്. ആ വാക്കുകളോടെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഹലോ മലയാളം ആരംഭിക്കാം. അദ്ദേഹം പറഞ്ഞത്, ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യപ്രാപ്തി വരെ പ്രയത്നിക്കുക. ഈ വരികൾ എല്ലാവർക്കും പ്രചോദനമാകട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് മനസ്സ് തളരാതെ എത്തിച്ചേരാൻ സ്ഥിരോത്സാഹം ഒരു പ്രധാന ഘടകമാണല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സങ്കടമുണ്ടാകുന്ന ഒരു നിമിഷം, അത് ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതാകാം, പലർക്കും പലതായിരിക്കും അല്ലേ? നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ഒക്കെ സ്നേഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തിലൊക്കെ വിശ്വസിക്കുക, ഈ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടുപോകുന്നതൊക്കെ നമ്മളെ പലപ്പോഴും തളർത്തുന്ന കാര്യമാണ്. പക്ഷേ അതിനുമപ്പുറം നമ്മൾ ഒരു വഞ്ചിക്കപ്പെടുന്നു എന്ന് പറയുന്നൊരു തോന്നലുണ്ടല്ലോ, അതാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന ഒരു ഘടകം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക, ഒന്നിലും അമിതമായി അകപ്പെടാതിരിക്കുക, നമ്മളെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക.